ഖുശ്ബുവിന്റെ പ്രതിഷ്ഠ ഉണ്ടാക്കിയവർ തന്നെ തല്ലിപ്പൊട്ടിച്ചു. കാരണമായത് നടിയുടെ പ്രസ്താവന. മുംബൈയിൽ നിന്നും തമിഴ്നാട്ടിലെത്തി സൂപ്പർ താരമായി വളർന്ന ഖുശ്ബുവിന്റെ ജീവിതകഥ പലപ്പോഴും ചർച്ചയായിട്ടുണ്ട്. സ്വന്തം പിതാവിൽ നിന്നും മോശാനുഭവം ഉണ്ടായതിനെക്കുറിച്ചൊക്കെ നടി തന്നെ തുറന്ന് സംസാരിച്ചിരുന്നു. ഇപ്പോൾ തമിഴ് സംവിധായകൻ സുന്ദർസിയുടെ ഭാര്യയായിട്ടും രാഷ്ട്രീയക്കാരിയും നടിയും എന്ന നിലയിൽ സജീവമായി നിൽക്കുകയാണ് ഖുശ്ബു. ഇടയ്ക്ക് വലിയ വിവാദങ്ങളിലും നടി തലവെച്ചു കൊടുക്കാറുണ്ട്. ഇടയ്ക്ക് ഖുശ്ബുവിന്റെ ചില പരാമർശങ്ങൾ തമിഴ്നാട്ടിലുടനീളം വലിയ പ്രശ്നങ്ങൾക്ക് വഴിയൊരുക്കിയിരുന്നു. സ്ത്രീകൾ ചൂലുമായി നടിയുടെ വീടിന് മുന്നിൽ തടിച്ചുകൂടി. ഇതോടെ പുറത്തിറങ്ങാൻ പോലും പറ്റാത്ത സാഹചര്യത്തിലേക്ക് നടിയെത്തി. അങ്ങനെ ഖുശ്ബുവിന്റെ ജീവിതത്തെക്കുറിച്ചും അവരുണ്ടാക്കിയ വിവാദങ്ങളെപ്പറ്റിയുമൊക്കെ വെളിപ്പെടുത്തി രംഗത്ത് വന്നിരിക്കുകയാണ് സംവിധായകൻ ആലപ്പി അഷ്റഫ്. ചിന്നത്തമ്പി എന്ന സിനിമ സൃഷ്ടിച്ച തരംഗം അവർണ്ണനീയമായിരുന്നു. സിനിമയിലെ ഖുശ്ബുവിന്റെ അഭിനയം കണ്ട തമിഴ്നാട്ടിലെ സ്ത്രീകൾ കണ്ണീർ പൊഴിച്ചു. തമിഴ്നാട്ടിലെ ഓരോ ജില്ലകളിലും അത് ആഘോഷിക്കപ്പെട്ടു. മാത്രമല്ല, ആളുകൾ ഖുശ്ബുവിനെ ഒന്ന് കാണുന്നതിനായി അവരുടെ വീടിന് മുന്നിൽ തടിച്ചുകൂടി. നിരവധി യുവാക്കൾ അവരുടെ രക്തം കൊണ്ട് ഖുശ്ബുവിന് കത്തെഴുതി. ചരിത്രത്തിൽ ഒരു നടിക്കും ലഭിക്കാത്ത ഭ്രാന്തമായ സ്നേഹം ഖുശ്ബുവിന് ലഭിച്ചു. മാത്രമല്ല, ഖുശ്ബുവിനെ ദേവിയാക്കി അമ്പലം വരെ പണിതു. അവരെ പ്രതിഷ്ഠയാക്കി പാലഭിഷേകവും പുഷ്പാർച്ചനയും നടത്തി. അമ്പലം മാത്രമല്ല, ഖുശ്ബുവിന്റെ പേരിൽ ഒരു ഭക്ഷണവും പുറത്തിറക്കി. ഖുശ്ബു ഇഡലി എന്ന പേരിൽ സ്ത്രീകളുണ്ടാക്കിയ ഭക്ഷണത്തിന് വലിയ പ്രചാരം കിട്ടി. പിന്നാലെ നടിയുടെ പേരിൽ സാരിയും ആഭരണങ്ങളും ഒക്കെ കമ്പോളത്തിലിറങ്ങി. ശരിയെന്ന് തോന്നുന്നത് അപ്പോൾ തന്നെ വിളിച്ചു പറയുന്നതാണ് ഖുശ്ബുവിന്റെ ഒരു സ്വഭാവം. അത് മറ്റുള്ളവരെ എങ്ങനെ ബാധിക്കുമെന്ന് അവർക്ക് പ്രശ്നമല്ല. എന്നാൽ ഒരു അഭിമുഖത്തിൽ സംസാരിച്ചത് ഖുശ്ബു പടുത്തുയർത്തിയ ചില്ലുകൊട്ടാരം പൊളിഞ്ഞു വീഴാൻ കാരണമായി. പെൺകുട്ടികൾ വിവാഹത്തിന് മുമ്പ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിൽ തെറ്റല്ലെന്നും അത് സുരക്ഷിതമായ ബന്ധമായിരിക്കണമെന്നുമാണ് നടി പറഞ്ഞത്. പക്ഷേ ഈ വാർത്ത തമിഴ്നാട്ടിലെ പത്രങ്ങളും ചാനലുകളും വളരെ പ്രാധാന്യത്തോടെ ആളുകളിലേക്ക് എത്തിച്ചു. ഇതറിഞ്ഞ് അമ്മമാർ ഖുശ്ബുവിനെതിരെ പ്രതിഷേധവുമായി തെരുവിലിറങ്ങി. ഒരു നാടിന്റെ സംസ്കാരത്തെ മുഴുവനോടെ മാറ്റി തലമുറകളെ വഴിതെറ്റിക്കാൻ വന്നവളെന്ന് ആക്ഷേപിച്ചു. ഖുശ്ബുവിന്റെ വീടിന് ചുറ്റും ചൂലുമായി സ്ത്രീകൾ തടിച്ചുകൂടി. പുറത്തിറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയായിരുന്നു. തമിഴ്നാടിന്റെ വിവിധയിടങ്ങളിൽ 22ഓളം കേസ് വന്നു. ഖുശ്ബുവിനെ അറസ്റ്റ് ചെയ്തേക്കുമെന്ന നിലയിലേക്ക് കാര്യങ്ങളെത്തി. ആ സമയത്ത് അമേരിക്കയിലായിരുന്ന കമൽഹാസൻ ഇതറിഞ്ഞ് ഖുശ്ബുവിനെ വിളിച്ചുപദേശിച്ചു. അങ്ങനെയാണ് അവർ കോടതിയിൽ പോയി കീഴടങ്ങുന്നത്. കോടതിക്ക് മുന്നിലും ആളുകൾ തടിച്ചുകൂടിയിരുന്നു. പിന്നീട് സുപ്രീം കോടതിയിൽ പോയിട്ടാണ് 22 കേസുകളിൽ നിന്നും ഒറ്റയടിക്ക് തലയൂരിയത്. അപ്പോഴേക്കും ഖുശ്ബുവിന്റെ പ്രതിഷ്ഠ പൊളിച്ച് ആ സ്ഥലം കുട്ടികളുടെ കളിസ്ഥലമാക്കി മാറ്റി. ഖുശ്ബുവിനെതിരെ പിന്നീട് വന്ന വിമർശനം ദൈവപ്രതിഷ്ഠയ്ക്ക് മുന്നിൽ കാലിന് മുകളിൽ കാലും കയറ്റി ചെരുപ്പ് പോലും ഊരാതെ ഇരുന്നു എന്നാണ്. ഇതോടെ ബാക്കിയുണ്ടായിരുന്നവരുടെ മനസ്സിലെ ഇഷ്ടം കൂടി അവർ നഷ്ടപ്പെടുത്തിയെന്നും ആലപ്പി അഷ്റഫ് പറയുന്നു.